നമസ്കാരം. മലയാളി വാർത്ത പ്രവാസിയിലേക്ക് സ്വാഗതം. സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം പറന്നുയർന്ന 15 മിനിറ്റിനുള്ളിൽ 26,900 അടി താഴ്ചയിലേക്ക് പോയതോടെ 17 യാത്രക്കാർക്ക് പരിക്കേറ്റു. സിയോളിലെ ഇഞ്ചിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന കൊറിയൻ എയർ ഫ്ലൈറ്റ് KE-189-ൽ സഞ്ചരിച്ച യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. പ്രഷറൈസേഷൻ സംവിധാനത്തിൽ തകരാർ സംഭവിച്ചതോടെയായിരുന്നു വിമാനം താഴത്തേക്ക് വന്നതെന്ന് എയർലൈൻ വക്താവ് അറിയിച്ചു. പൊടുന്നനെ വിമാനം താഴ്ന്നതോടെ യാത്രക്കാർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയായിരുന്നു. എയർക്രാഫ്റ്റിന്റെ പ്രഷർ കൺട്രോൾ സിസ്റ്റം തകരാറിലാവുകയും 15 മിനിറ്റിനുള്ളിൽ 26,900 അടി വിമാനം താഴുകയും ചെയ്തു. ജേജു ദ്വീപിന് മുകളിലൂടെ പറക്കുമ്പോഴായിരുന്നു സംഭവം. വിമാനം ആടിയുലഞ്ഞതിനെ തുടർന്ന് ഓക്സിജൻ മാസ്ക് റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. പല യാത്രക്കാർക്കും ചെവിവേദന, ഹൈപ്പർ വെന്റിലേഷൻ എന്നിവ അനുഭവപ്പെട്ടു. ചില യാത്രക്കാരുടെ മൂക്കിൽ നിന്ന് രക്തം വാർന്നു. വിമാനത്തിന്റെ നിയന്ത്രണം തിരികെ ലഭിച്ചതോടെ തായ്വാനിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. പരിക്കേറ്റ 17 യാത്രക്കാരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. യാത്രക്കാർക്ക് നേരിട്ട പ്രയാസങ്ങൾക്ക് കൊറിയൻ എയർ ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തു. ബോയിംഗ് വിമാനം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ യാത്രക്കാർക്കുണ്ടാക്കുന്നത് ഇത് ആദ്യമായല്ല. യുഎസിലെ അലാസ്ക എയർലൈൻസിന്റെ ഉടമസ്ഥതയിലുള്ള ബോയിംഗ് 737 MAX 9 വിമാനത്തിൽ അടിയന്തരവാതിൽ പറക്കുന്നതിനിടെ തകർന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. ടേക്ക് ഓഫിന് പിന്നാലെ 171 യാത്രക്കാരുമായി പോർട്ട്ലാൻഡിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിന്റെ ഡോർ ഇളകിത്തെറിച്ചതിന് പിന്നാലെ എമർജൻസി ലാൻഡിംഗ് നടത്തുകയായിരുന്നു. 16,000 അടി ഉയരത്തിൽ എത്തിയ ശേഷമായിരുന്നു വിമാനം തിരിച്ചിറക്കിയത്. 2023 നവംബർ 11 മുതൽ സർവീസ് തുടങ്ങി 142 യാത്രകൾ നടത്തിയ വിമാനത്തിലായിരുന്നു ആകാശമധ്യേ അതീവ ഗുരുതരമായ സുരക്ഷാ പ്രശ്നമുണ്ടായത്. അമേരിക്കൻ വ്യോമയാന ഏജൻസിയുടെ നിർദ്ദേശമനുസരിച്ച് നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെ ചില വിമാനങ്ങൾ സർവീസിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തിരുന്നു. UK-യിൽ 737 MAX 9 ഇനത്തിലുള്ള വിമാനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് ലണ്ടനിലെ വ്യോമയാന ഏജൻസി വിശദമാക്കിയത്. കൂടാതെ ജപ്പാനിലേക്ക് പറന്നുയർന്ന യുണൈറ്റഡ് എയർലൈൻസിന്റെ ബോയിംഗ് 777 വിമാനത്തിന്റെ ചക്രം അപ്രതീക്ഷിതമായി താഴേക്ക് പതിച്ചതും ഇതേ തുടർന്ന് വിമാനം അടിയന്തരമായി നിലത്തിറക്കിയ സംഭവം ഏറെ വിവാദമായിരുന്നു. ടേക്ക് ഓഫിനിടെ സൗത്ത് വെസ്റ്റേൺ എയർലൈൻസിന്റെ ബോയിംഗ് 737-800 വിമാനത്തിന്റെ എഞ്ചിൻ കവർ അടർന്നു വീണ് ചിറകിലടിച്ചിരുന്നു. US-ലെ കൊളറാഡോയിലുള്ള ഡെൻവർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് 135 യാത്രക്കാരും 6 ജീവനക്കാരുമായി വിമാനം ഹൂസ്റ്റണിലേക്ക് പറക്കുന്നതിനിടെയായിരുന്നു അപകടം. അടിയന്തര സാഹചര്യത്തെ തുടർന്ന് വിമാനം തിരിച്ചിറക്കുകയായിരുന്നു. വിമാനം ഏകദേശം 10,300 അടി വരെ ഉയർന്ന ശേഷമാണ് തിരിച്ചിറക്കിയത്. സംഭവത്തിൽ യാത്രക്കാർ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. വിമാനം തിരിച്ചിറക്കുന്നതോടെ കീറിപ്പോയ എഞ്ചിൻ കവർ കാറ്റിൽ പറന്നുയർന്നത് വീഡിയോയിൽ കാണാൻ കഴിയുമായിരുന്നു. എഞ്ചിൻ കവർ പൊട്ടിത്തെറിച്ചത് ബോംബ് പൊട്ടിയതുപോലെയായിരുന്നെന്ന് ആദ്യം തോന്നിയതെന്നും യാത്രക്കാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ചില യാത്രക്കാർ ക്രൂ അംഗങ്ങളോട് കയർത്തതായും അവർ പറഞ്ഞു. ബോയിംഗ് വിമാനങ്ങൾ നിരന്തരമായി അപകടത്തിൽപ്പെടുന്നതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. അതിനിടെ വിമാന കമ്പനിയായ ബോയിങ്ങിനെതിരെ ഗുരുതര ആരോപണവുമായി ജീവനക്കാരെ രംഗത്ത് വന്നതും വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചു. കമ്പനിയുടെ 2 വിമാന മോഡലുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണം. കൃത്യമായ മാനദണ്ഡം പാലിച്ചല്ല 2 വിമാന മോഡലുകൾ ബോയിങ് നിർമ്മിച്ചതെന്നായിരുന്നു കമ്പനിയിൽ എഞ്ചിനീയറായ സാം സലോഹ്പൂരിന്റെ ആരോപണം. നിരന്തരമായ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഇക്കാര്യം പരിശോധിക്കാൻ US-ലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കുകയും ചെയ്തതായി CNN റിപ്പോർട്ട് ചെയ്തിരുന്നു.